ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയ പരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. നമ്മുടെ അരവിന്ദേട്ടൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആഴ്ച വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഗംഗ വിനീതുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അരവിന്ദനും വിനീതിനോട് പറഞ്ഞു, തൻ്റെ മകളെ കാത്ത് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നുള്ള കാര്യം. എന്തായാലും അതൊന്നും താങ്ങാനുള്ള ശക്തി വിനീതിന് കിട്ടിയിട്ടില്ല. വളരെയേറെ വേദനയോടുകൂടി തന്നെ തയ്യൽക്കടയിൽ നിന്ന് വീട്ടിൽ പോലും പോകാതെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ വിഷമങ്ങൾ എങ്ങനെയെങ്കിലും മറക്കാൻ വേണ്ടിയിട്ടാണ് വിനീത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തയ്ച്ച് അവൻ കരഞ്ഞൊഴുക്കി വിടുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ തൻ്റെ സങ്കടം കണ്ടെത്തും. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുള്ളൂ എന്ന് വിനീതിനും അറിയാട്ടോ. അതേസമയം സുജാത രാത്രിയായിട്ടും തൻ്റെ മകനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവൻ ഇത്രയും വൈകിയൊന്നും വരാറുള്ളതല്ലല്ലോ, ഇത് എന്തു പറ്റി എന്നും പറഞ്ഞ് പേടിച്ച് വിനീതിൻ്റെ കടയിലോട്ട് ചെല്ലുക. അപ്പം കടയിലോട്ട് ചെന്ന് കഴിയുമ്പം അവൻ അവിടെ തയ്യൽ മെഷീനും ചവിട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പം എടാ വിനീതേ, നീ എന്നതായി കാണിക്കുന്നേ? നിനക്ക് എന്നാ കണ്ണ് കാണത്തില്ലേ? സമയം എത്രയായെന്നാ നീ ഇരിക്കുന്നതെന്നൊക്കെ സുജാത ഇങ്ങനെ ചോദിക്കും. അപ്പം വിനീത് ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അപ്പോഴേ അവൻ്റെ കണ്ണൊക്കെ ചുമന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സുജാതയുടെ ശ്രദ്ധയിൽപ്പെടുന്നേ. എടാ, നിനക്കിത് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒരാൺകുട്ടി ഇങ്ങനെ കിടന്ന് കരയാൻ മാത്രം എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം വിനീതിന് തൻ്റെ വിഷമങ്ങൾ അടക്കി നിർത്താൻ പറ്റില്ല. അമ്മേ, അത് എന്താ മോനെ, നീ എന്തിനാ ഈ രാത്രിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വന്നേ, നമുക്ക് വീട്ടിൽ പോകാം എന്നും പറഞ്ഞ് സുജാത നിർബന്ധിച്ച് അവനെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് ചോദിക്കുക. അമ്മേ, ഗംഗയ്ക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞമ്മേ എന്നും പറഞ്ഞ് വിനീത് സുജാതയുടെ മുന്നിൽ കിടന്ന് കരയും കേട്ടോ. അത് കാണുമ്പോൾ സുജാതയുടെ നെഞ്ചു പൊട്ടിപ്പോവും. തൻ്റെ ആകെ ഉള്ളൊരു മോന ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത്. നീ എന്തൊക്കെയായി പറയുന്നേ? അതെ അമ്മേ, ഇന്ന് അമ്മാവൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗംഗയ്ക്ക് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലത്രേ. അവൾക്ക് പുറത്തുള്ള ഒരാളെ കല്യാണം കഴിക്കാനോ ഇഷ്ടമെന്ന്. അതുകൊണ്ട് ചേട്ടൻ നിന്നോട് എന്താ പറഞ്ഞേ? അതുകൊണ്ട് അമ്മാവൻ പറഞ്ഞു, ഇനിയും അവളെയും കാത്തിരിക്കരുതെന്ന്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലമ്മേ. എൻ്റെ ഹൃദയത്തിൽ അവൾ മാത്രമേ ഉള്ളൂ. അവളല്ലാതെ വേറൊരു പെണ്ണിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് കരയൂട്ടോ. ഇത് കാണുമ്പോൾ സുജാതയ്ക്ക് നെഞ്ച് തകരുവാണ്. എൻ്റെ ചേട്ടൻ നിന്നെ ചതിച്ചല്ലേ? ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതം ഇരുട്ടാക്കിയിട്ട് അയാളും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. കുഞ്ഞിലെ തൊട്ട് നിനക്ക് അവളുള്ളതാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇപ്പം എല്ലാവരുടെ സ്വഭാവം മാറുന്നു. അവരുടെ അത്രയും കാശും പണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എൻ്റെ മോനെ അവരുടെ ആരുടെയും കണ്ണിൽ പിടിക്കില്ലാത്തത്? എന്നാലും ആ ശാരദയും ചേട്ടനും എല്ലാം ഇതിന് കൂട്ടു നിന്നല്ലോ. അമ്മ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ പോലും അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്നൊക്കെ പറയൂട്ടോ. വേണ്ടമ്മേ, അവൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? അവളുടെ കണ്ണീരും കൂടി ഞാൻ കാണാനോ? ഇതിപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പതിയെ എൻ്റെ സങ്കടങ്ങളൊക്കെ മറന്നോളും എന്ന് പറയൂട്ടോ. നീ ഇങ്ങനെ ഒരു പാവമായി പോയതുകൊണ്ടാ അവരെല്ലാം നിന്നെ എപ്പോഴും മുതലെടുക്കുന്നത് എന്ന് പറയാം. വേണ്ടമ്മേ, ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഞാൻ എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? അതിന് എൻ്റെ കൂടെ ജീവിക്കാൻ ഒരു സന്തോഷമില്ല. പിന്നെ നമ്മളായിട്ട് എന്തിനാ? എൻ്റെ മനസ്സിലെ സ്നേഹം ഞാൻ എങ്ങനെയെങ്കിലും മറന്നോളാം എന്ന് പറയാം. നിന്റെ മനസ്സിലേക്ക് ഈ സ്നേഹം എല്ലാവരും കൂടി കുത്തി നിറച്ച് തന്നിട്ട് ഇപ്പം അവരെല്ലാവരും കാല് വാരിയേക്കും അല്ലേ? ഹോ, എന്നാലും തേൻ പുരട്ടെ കത്തി വെച്ച് എൻ്റെ മോൻ്റെ നെഞ്ചിനിട്ട് തന്നെ കുത്താൻ എൻ്റെ ചേട്ടന് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവനെ കണ്ട് രണ്ട് വർത്തമാനം എനിക്ക് പറയണം. അവരുടെ മോൾക്ക് ഇതിമാത്രം എന്ത് യോഗ്യതയുള്ളത്? ഹോ, അവളെ കെട്ടാൻ ഇപ്പം രാജകുമാരൻ ഇങ്ങോട്ട് വരും. അമ്മ ഇങ്ങനെയൊന്നും പറയാതെ അമ്മേ. അമ്മാവനും അമ്മായിക്കും ഗംഗയെ എനിക്ക് തരുന്നതിൽ ഒരു സങ്കടവും ഇല്ല. പക്ഷേ ഗംഗയ്ക്ക് ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മാവനും എതിർപ്പായത് എന്ന് പറയാം. ഹോ, എന്നാലും ചേട്ടനും താല്പര്യമൊന്നും കാണില്ല. അത് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അവളുടെ ഇഷ്ടം ആരെങ്കിലും നോക്കുമോ? അല്ല, പണ്ടത്തെ കാലത്തൊക്കെ പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ടാണോ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്? അച്ഛനും അമ്മയും ഒരാളെ ചൂണ്ടിക്കാണിക്കും, നീ അവനെ കല്യാണം കഴിക്കണമെന്ന് പറയും. അതിനുശേഷമാണ് ഇഷ്ടമൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പം അവളുടെ ഇഷ്ടം നോക്കിയെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മകൻ്റെ യോഗ്യത അവിടെ അളന്നിട്ടല്ലേ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എൻ്റെ മകനെ തഴഞ്ഞിട്ട് വലിയ കൊമ്പത്തെ ആലോചനയായിട്ട് വരുമല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് കണ്ട് അവരെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സുജാത നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പം വിനീതിന് എന്തൊക്കെ പറഞ്ഞ് നിർത്താൻ നോക്കിയിട്ടും അമ്മ ശാന്തയാകുന്നുമില്ല. അതേസമയം എന്തായാലും നമ്മുടെ ഗംഗ ഒരുപാട് സന്തോഷത്തിലാണ്. ഗംഗയ്ക്കായിട്ട് അരവിന്ദ് വേറൊരു ചെറുക്കൻ്റെ ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസം തന്നെ അവർ കാണാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാവേരിയൊക്കെ ചോദിക്കും, ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരു ചെറുക്കൻ തന്നെ വരാൻ പോവല്ലേ, ചേച്ചിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുക. അപ്പം പറയും, അതെ, ഈ നാട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ ഒട്ടും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് ഒരുപാട് നാടുകൾ കാണണം, പുതിയ സ്ഥലങ്ങൾ കാണണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. ഈ കാടും മലയും എസ്റ്റേറ്റും അതിനപ്പുറമുള്ള ലോകം എനിക്ക് കാണണം. എനിക്ക് ജീവിതം ആസ്വദിക്കണം എന്നൊക്കെ
ഗംഗ തൻ്റെ ആഗ്രഹങ്ങൾ പറയണം കേട്ടോ. എന്നിട്ട് എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞതിന് ശേഷം ഞാനങ്ങ് പറക്കും സ്വപ്നങ്ങളുടെ നഗരിയിലേക്ക് എന്നൊക്കെ പറയുവാണേ. ചേച്ചിക്കപ്പം ഇന്ത്യയിൽ ജീവിക്കാൻ ഇഷ്ടമല്ലേ എന്ന് നിള ചോദിക്കും. ഇന്ത്യയിലൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ്, എന്നാലും എനിക്ക് കൂടുതലും വിദേശ രാജ്യത്ത് ജീവിക്കാനാണ് ഇഷ്ടം. അവിടെ പോയി ജീവിതം അടിച്ചു പൊളിക്കണം, അല്ലാതെ എന്നും ഈ കുന്നും കാടും മലയും ഒക്കെ കണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കും. അപ്പം നിള ചോദിക്കും, അപ്പം ചേച്ചിക്ക് ഞങ്ങളെയൊക്കെ മിസ് ചെയ്യില്ലേ? നിങ്ങളെയൊക്കെ മിസ് ചെയ്യത്തില്ല, അതെന്താ? വീഡിയോ കോളൊക്കെ ചെയ്ത് എന്നും ഞാൻ കാണുമല്ലോ, അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്? അപ്പം കാവേരി യമുനയും കൂടെ പറയും, എന്തായാലും ഗംഗേച്ചിയുടെ ആഗ്രഹം പോലെയുള്ള പുറത്ത് ജോലിയുള്ള ഒരു ചെറുക്കനല്ലേ നാളെ കാണാൻ വരുന്നത്. എൻ്റെ ചേച്ചിനെ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അച്ഛൻ ഈ കല്യാണം ഉടനെ നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് അച്ഛനിനി പുറത്തു പോകുന്നുള്ളെന്നല്ലേ പറഞ്ഞത്. ചേച്ചി സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് കാവേരി പറയും, എന്നാലും ഇന്ന് വിനീതേട്ടന് ഒരുപാട് സങ്കടമായെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. അപ്പം യമുനയും പറയും, അത് വിനീതേട്ടനും ഗംഗേച്ചിയെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? പെട്ടെന്ന് അച്ഛൻ ഈ കല്യാണം നടക്കില്ലെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും സങ്കടം വരില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഗംഗ പറയും, വിനീതേട്ടൻ പാവമൊക്കെയാണ്, ആളുടെ സ്വഭാവവും നല്ലതാണ്, പക്ഷേ എനിക്ക് ഒരു രീതിയിലും അങ്ങനെ ഒരു ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുക. അപ്പോൾ ഗംഗയും അപ്പോൾ കാവേരിയും യമുനയും കൂടി പറയും, ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല ചേച്ചി, എല്ലാവർക്കും കല്യാണത്തെപ്പറ്റി അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും, അത് ഞങ്ങൾക്കറിയാം. ഇനിയിപ്പം ഇത് അപ്പച്ചിങ്ങാനും അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമോ എന്തോ എന്ന് പറയേ. അപ്പം നീള പറയും, അതൊക്കെ അച്ഛൻ നോക്കിക്കോളൂ എന്ന്. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദയ്ക്കാണേലും വളരെ സങ്കടമുണ്ട്. വിനീതിനെ തഴഞ്ഞുകൊണ്ടാണല്ലോ ഗംഗയ്ക്ക് ഒരു ആലോചന ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം അരവിന്ദനോട് പറയും. അതെ അരവിന്ദേട്ട, ഇത് പ്രശ്നമാവുമോ? സുജാത ഇത് അറിഞ്ഞു കഴിയുമ്പം അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അവളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതം അവൾക്ക് നേടിക്കൊടുത്തിട്ട് നമ്മൾ പിന്നെ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ശാരദേ ഞാനും നീയും ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ? എന്നിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഉന്തി വിടുക എന്ന് അരവിന്ദൻ ചോദിക്കും. എൻ്റെ മകൾ എനിക്കൊരു ഭാരമല്ല, ആർക്കും വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ തട്ടിക്കളിക്കാനുള്ളതല്ല അവളുടെ ജീവിതം. അവൾക്ക് എന്താണോ സന്തോഷം അതേ ഞാൻ നടത്താൻ സമ്മതിക്കുള്ളൂ. അതിനുവേണ്ടി ആരോടൊക്കെ ദേഷ്യപ്പെടേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് അരവിന്ദൻ തീർത്തു പറയാണ് കേട്ടോ. പിന്നെ ശാരദ ഒന്നും മിണ്ടില്ല. ഇതിനെയൊക്കെ വളരെയേറെ എതിർക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, വേറെ ആരുമല്ല, മുത്തശ്ശിക്ക് ഇപ്പോഴും ഗംഗയും വിനീതുമായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്നാണ് ആ വരുന്ന ആലോചന. എങ്ങനെയും മുടങ്ങിപ്പോണമെന്നൊക്കെ തന്നെയാണ് കേട്ടോ ആഗ്രഹം. അത് എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിയുടെ കൊച്ചുമക്കളാണല്ലോ രണ്ടുപേരും, അതുകൊണ്ട് ആരോടും പ്രത്യേകിച്ചൊരു സ്നേഹക്കൂടുതൽ കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെയുള്ള ഒരു ഇതാണ്. അതേസമയം രാവിലെ തന്നെ നമ്മുടെ ഗംഗേനെ ഒരുക്കി നല്ല സുന്ദരി കുട്ടികളാക്കുക. അനിയത്തി കുട്ടികളെല്ലാം കൂടി ചേർന്ന് സാരിക്ക് ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ ഇടിപ്പിച്ച് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം. അപ്പം പെട്ടെന്ന് കാവേരി പറയും, ഇപ്പം എൻ്റെ ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും, സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. എല്ലാവരും അത് ശരിവെക്കുകയും ചെയ്യും കേട്ടോ. തൻ്റെ മകൾ ഒരുങ്ങിയിരിക്കുന്ന കാണുമ്പം അരവിന്ദൻ്റെ കണ്ണ് നിറയാണ്. തൻ്റെ മൂത്ത കുട്ടി ഇന്ന് കല്യാണപ്പെണ്ണാവാൻ പോകുന്നു, ഒരു ചെറുക്കൻ്റെ മുന്നിൽ ഒരുങ്ങി നിൽക്കാൻ പോകുന്നു. അതൊക്കെ ഓർക്കുമ്പം അരവിന്ദന് ഒത്തിരി സന്തോഷമാവുക. മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്നത്. അച്ഛനും അമ്മയുടെ മനസ്സിൽ എപ്പോഴും മക്കൾ ചെറുതായിരിക്കും, പക്ഷേ അവരുടെ വളർച്ചയൊക്കെ നമുക്ക് മുന്നിൽ നടക്കുമ്പം പോലും നമ്മളതൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ ശാരദയോട് പറയാം. പെട്ടെന്ന് സുജാത അങ്ങോട്ട് കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ സുജാതയെ കാണുമ്പോൾ ഇഷ്ടത്തോടു കൂടി നമ്മുടെ മുത്തശ്ശി ഓടിയെത്തും. മോളെ നീ എന്താ ഈ രാവിലെ തന്നെ എന്ന് ചോദിക്കാം. രാവിലെ വരേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ അമ്മ ഇവിടെ നടക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഇവിടെയുള്ള ഒരു സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. എവിടെ എൻ്റെ ചേട്ടനും ഭാര്യയൊക്കെ? അവരെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അരവിന്ദൻ്റെ ശാരദയൊക്കെ ഇറങ്ങി വരിക. എന്താ സുജാത രാവിലെ തന്നെ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? ഞാനിവിടെ കിടന്ന് ബഹളം വെക്കുന്നതിനാ ചേട്ടൻ ഇപ്പം നാണക്കേടല്ലേ? അല്ലെങ്കിലും എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ പോലും കഴിയാത്ത ഒരാളായി പോയല്ലോ അരവിന്ദേട്ടൻ. എന്തൊക്കെയായിരുന്നു കുഞ്ഞിലെ ഗംഗ എൻ്റെ വിനീതിനുള്ളതാണെന്നും പറഞ്ഞ് കുഞ്ഞിലെ തൊട്ട് അവൻ്റെ മനസ്സിൽ മോഹം കുത്തി നിറച്ചിട്ട് ഇപ്പം ഒരു ഉളുപ്പുമില്ലാതെ ഏട്ടൻ എങ്ങനെ ഈ വാക്കുമാറാൻ സാധിച്ചു? ഇവിടെ വരുന്നിടം വരെയും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ ഏട്ടൻ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി, എൻ്റെ മകനെ തഴഞ്ഞുകൊണ്ട് വലിയ കൊമ്പത്തെ ഏതോ ചെറുക്കനും കൂട്ടരും ഇന്ന് വരുന്നുണ്ടല്ലേ, അവരുടെ കൂടെ നിങ്ങളുടെ മകളെ സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം എന്നൊക്കെ സുജാത പറയാം. അപ്പോൾ ശാരദ ചോദിക്കും, നീ എന്തൊക്കെയായി പറയുന്നേ? നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, നീയും കൂടി ആയിരിക്കും എൻ്റെ ഏട്ടനെ കുത്തി തിരിച്ച് എൻ്റെ മകനെ
എതിരാക്കി മാറ്റിയത്. ഞാൻ എന്തു പറഞ്ഞെന്നാ ഈ പറയുന്നേ? എനിക്ക് വിനീതിനോട് ഒരു നല്ല സ്നേഹമാണ്. എൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത്. സ്വന്തം മകനെ പോലെ കാണുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്റെ സ്വന്തം മകനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കണ്ണുനീരും നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ലടി. അവന് ആശ കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ ആ പൊന്നു മോളെ കെട്ടിക്കൊഴുക്കി വേറൊരിതിന് കൊടുക്കാനായിട്ട് പോവല്ലേ. എൻ്റെ കുഞ്ഞിന്നലെ നെഞ്ചു നീറി ആ കടയിൽ നിന്ന് പോലും വീട്ടിൽ വരാതെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. അവൻ്റെ കണ്ണീര് നിന്റെക്കൊക്കെ ശാപമായിട്ട് ഏക്കാതിരിക്കട്ടെ എന്നൊക്കെ സുജാത പറയാം. നീ എന്തൊക്കെയാ സുജാത ഈ പറയുന്നേ എന്നപ്പം അരവിന്ദൻ ചോദിക്കും. നമ്മൾ വീട്ടുകാർ പറഞ്ഞു വാക്ക് കൊടുത്തു എന്നും കരുതി മക്കൾക്ക് അത് ഇഷ്ടമല്ല, പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഗംഗയല്ലേ വിനീതിൻ്റെ കൂടെ ജീവിക്കണ്ടേ? വിനീതിൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഒരു രീതിയിലും ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുക. എൻ്റെ മകളെ എനിക്കൊരു ഭാരമല്ല ആർക്കേലും എടുത്തു കൊടുക്കാൻ. അവളുടെ ഇഷ്ടം നോക്കി മാത്രമേ ഞാനൊരു കല്യാണം കഴിപ്പിച്ച് അവൾക്ക് കൊടുക്കുള്ളൂ. അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മകളോട് പറയത്തില്ല എന്ന് അരവിന്ദൻ പറയാം. ചേട്ടനിപ്പം മക്കളോടുള്ള സ്നേഹം വാരിഞ്ഞൊഴുകുമായിരിക്കുമല്ലോ. അതിനിടയിൽ ഈ പെങ്ങളെയും മകനെയൊക്കെ ഒരിക്കലും കണ്ണി പിടിക്കത്തില്ല. എൻ്റെ മോന് ആശ കൊടുത്ത് വളർത്തത് ചേട്ടനും കൂടിയല്ലേ ചെറുപ്പം മുതൽ? അതെ, ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ കരുതിയോ വലുതാവുമ്പം അവരുടെ മനസ്സിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലെന്ന്. എൻ്റെ മോൾക്ക് ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ അവളെ പറഞ്ഞയക്കുക എന്ന് ചോദിക്കുക. പെണ്ണേ, എൻ്റെയൊക്കെ കല്യാണം പിന്നെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണല്ലോ നടത്തിയത്. ഇന്നയാളെ കെട്ടണമെന്ന് പറഞ്ഞപ്പം ഞാൻ കെട്ടി. ഇപ്പം സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പം ഏട്ടന് ഈ കാര്യമൊന്നും നോക്കാനില്ലല്ലേ എന്ന് ചോദിക്കുക. നിൻ്റെ കല്യാണ സമയത്തും നിൻ്റെ ഇഷ്ടമൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് നടത്തിയത് എന്ന് അപ്പം അരവിന്ദൻ പറയുക. ഇവിടെ ഗംഗയ്ക്ക് വിനീതിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. എൻ്റെ മകൻ എന്താ ഒരു കുറവ്? കുടുംബം നന്നായിട്ട് നോക്കുന്നില്ലേ? ചേട്ടൻ ഈ കടന്ന് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടപ്പോഴൊക്കെ ഈ പെണ്ണുങ്ങൾ തന്നെ ഇവിടെ താമസിച്ചപ്പോൾ ഏതൊരാവശ്യത്തിനും ഓടി വരാനും സഹായം ചെയ്യാനുമേ എൻ്റെ മോനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇപ്പം ഒരാവശ്യം വന്നപ്പം കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ അവനെ എടുത്ത് കളഞ്ഞിട്ട് മോക്ക് കൊമ്പത്തെ ആലോചനയായിട്ട് വന്നിരിക്കുമല്ലേ. എല്ലാവരുടെ സ്വഭാവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മോന് വലിയ വിവരവും പത്രസൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അവനെ കണ്ണി പിടിക്കുന്നില്ലായിരിക്കും എന്ന് പറയാം. ദേ, നീ ഇവിടെ നിന്നിങ്ങനെ അനാവശ്യമൊന്നും പറയരുത് സുജാതെ. അങ്ങനെയൊന്നും വേർതിരിച്ച് ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. പക്ഷേ അവനെ കൂടെ കല്യാണം കഴിക്കേണ്ടത് ഞാനല്ല, ഗംഗയല്ലേ. അവൾക്ക് അവനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ എന്തായാലും ചെയ്യത്തുമില്ല. നിർബന്ധിച്ച് വിനീതിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചൊന്നും ഞാൻ ഒരിക്കലും അയക്കാനും പോകുന്നില്ല. നീ ഇവിടെ ഇന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ മകളുടെ സന്തോഷം എന്താണോ അതേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ, അല്ലാതെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാനുള്ളൊരു വസ്തുവല്ല എനിക്കെൻ്റെ മകള് എന്ന് പറയുകയാണെ. വിനീതിന് സ്നേഹമുണ്ട്, ആ സ്നേഹം തിരിച്ച് ഗംഗയ്ക്കും കൂടി ഉണ്ടായാലല്ലേ അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കൂ. അല്ലാതെ നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ച് അവരൊരു കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിലും വിനീതുമായിട്ട് പൊരുത്തപ്പെടാതെ എൻ്റെ മോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നഷ്ടവാർക്ക ഞങ്ങൾക്കല്ലേ എന്നൊക്കെ പെട്ടെന്ന് അരവിന്ദന് ചോദിക്കുക. ചേട്ടനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലേ? എൻ്റെ മോൻ, നിൻ്റെ മോൾ ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ? സത്യം പറഞ്ഞാൽ തേൻ പുരട്ടിയെ കത്തിയെടുത്ത് എൻ്റെ കുഞ്ചിനെ നെഞ്ചിൽ കത്തി ഇറക്കുമായിരുന്നു നിങ്ങൾ. അവൻ്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടാ ഇപ്പം മകൾക്ക് വലിയ കൊമ്പത്തെ ആലോചന നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗുണം പിടിച്ച് ഒരിക്കലും കാണത്തില്ല. എൻ്റെ മോൻ്റെ കണ്ണീര് നിങ്ങളുടെ മോക്ക് ജീവിതത്തിൽ ശാപമായി വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന നല്ലോണം. ഇനി സുജാത ഈ വീടിൻ്റെ പടി കയറില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും ചതച്ച ഈ കുടുംബമായിട്ട് എനിക്കിനി ഒരു ബന്ധവും എന്ന് പറയാൻ. അപ്പം മുത്തശ്ശി, മോളെ സുജാത, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ലമ്മേ. ഇനി എനിക്ക് ഏട്ടനോ നാത്തൂനോ മരുമക്കളോ ആരുമില്ല. എനിക്കെൻ്റെ മോനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ എന്ന് മുത്തശ്ശി അപ്പം ചോദിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശാരദ ചോദിക്കും, എന്താ ഇത്രയും ഇവിടെ നിന്ന് പ്രാഗിട്ട് പോയാൽ അവളുടെ കൂടെ അമ്മയ്ക്കും പോടോ? എങ്കിൽ അമ്മയും പൊക്കോ എന്ന് ശാരദ പറയും. അല്ലെങ്കിലും ഞാനും എൻ്റെ മോളും ഒക്കെ ഇപ്പോൾ ആരുടെയും കണ്ണി പിടിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. വിനീതിൻ്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നീയൊക്കെ കൂടി വലിയ രാജകുമാരനെ കൊണ്ടുപോയി ഗംഗയ്ക്ക് കൊടുക്കാൻ പോവല്ലേ? എന്തായാലും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് കണ്ടാൽ മതി എന്ന് പറയും. അപ്പം അരവിന്ദൻ പറയും, അമ്മേ, സുജാത അവളുടെ സങ്കടം കൊണ്ട് ഓരോന്നൊക്കെ പറയുന്നതെന്ന് കരുതാം. പക്ഷെ അമ്മ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അമ്മ കാണുന്നതല്ലേ ഗംഗയ്ക്ക് ഒരു രീതിയിലും വിനീതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നേ. എന്നിട്ട് വീണ്ടും വീണ്ടും അമ്മ എന്തിനാ അവനെയും കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നേ? കാരണം അവനും എൻ്റെ കൊച്ചുമോനാ, അവൻ്റെ സ്നേഹം എനിക്ക് അറിയാവുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും സങ്കടം വരികയാണ്. അപ്പോൾ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും മക്കളെല്ലാവരും അങ്ങോട്ട് ചെല്ലുക. അപ്പം ഗംഗ പറയും, ഞാൻ കാരണം അപ്പച്ചിയുടെ മുന്നിൽ അച്ഛൻ നാണം കെട്ടല്ലേ? ഇപ്പം അച്ഛനും അപ്പച്ചനും തമ്മിൽ പിണങ്ങാൻ വരെ ഞാൻ കാരണമായില്ലേ? എനിക്ക് ഒരിക്കലും വിനിതേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അച്ഛ, അല്ലാതെ വേറൊന്നുമല്ല. വിനിതേട്ടൻ്റെ സ്വഭാവം നല്ലതാ, ആൾ സ്നേഹമുള്ള ആളുമാണ്. പക്ഷേ ജീവിക്കേണ്ടത് ഞാനല്ലേ? ഒരു ദാമ്പത്യ ജീവിതമാകുമ്പം അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും പറഞ്ഞ് ഗംഗ
അവിടെ നിന്ന് കരയും കേട്ടോ. അപ്പം അരവിന്ദൻ പറയും, നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട മോളെ, എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരിക്കലും ഈ അച്ഛൻ നിർബന്ധിക്കില്ല എന്നും പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്തായാലും ചെറുക്കനും കൂട്ടരും ഒക്കെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പെണ്ണ് കാണലൊക്കെ നടക്കും. ആ ചെറുക്കന് ഗംഗ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ചെറുക്കനാ, പിന്നെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗംഗ കണ്ണും പൊട്ടി ചെറുക്കന് മുന്നിൽ വീഴുക. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം സമ്മതമാണോ എന്നൊക്കെ അരവിന്ദൻ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛാ, ആ ചെറുക്കനെയും കൂട്ടുകാരെയും ഒക്കെ എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണേ. അപ്പോൾ പെട്ടെന്ന് ശാരദ പറയും, എന്തൊക്കെ പറഞ്ഞാലും കുറച്ചധികം ദൂരമാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ ഒന്ന് കാണണമെങ്കിൽ പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് പറയാം. അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മുടെ മോള് അവൻ്റെ കൂടെ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഇവിടെ ഉണ്ട്, ആ ബോധം നിനക്ക് എപ്പോഴും വേണം കേട്ടോ എന്നൊക്കെ അരവിന്ദൻ ഗംഗയോട് പറയുകയാണ്. അപ്പം കാവേരി ചോദിക്കും, ചേച്ചിയുടെ ആഗ്രഹം പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇപ്പം ചേച്ചിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുക. ഒരുപാട് സന്തോഷമായി, ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാലോ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിത്തരാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഈ നാട് നീളെ കറങ്ങും, ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം അങ്ങ് പറക്കും സ്വപ്ന നഗരിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വരാൻ പോകുന്ന ഭാവി കാലത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് മുഴുകിയിരിക്കുകയാണ് ഗംഗ. അപ്പോൾ കാവേരിയും യമുനയും നിളയൊക്കെ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാം. അപ്പോൾ പെട്ടെന്ന് നിള പറയും, അച്ഛാ, അച്ഛൻ ഇത്തവണ വന്നിട്ട് നമ്മൾ എങ്ങും പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാം അച്ഛാ, അച്ഛൻ ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പോൾ കാവേരിയും പറയും, അത് നല്ലൊരു അഭിപ്രായം അച്ഛാ, നമുക്കെല്ലാവർക്കും പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാം എന്ന് പറയുകയാണേ. അങ്ങനെ അവരെല്ലാവരും കൂടി പിറ്റേ ദിവസം തന്നെ ഔട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് തീരുമാനിക്കുക. പക്ഷെ മുത്തശ്ശിക്ക് ഇപ്പോഴും അരവിന്ദനോടും കുടുംബത്തോടുമുള്ള ദേഷ്യമൊന്നും പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല കേട്ടോ. എങ്കിലും അങ്ങനെ വലിയ എതിർപ്പൊന്നും കാണിക്കുന്നുമില്ല. അങ്ങനെ അവർ തേയിലത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അരവിന്ദൻ പറയും, ദേ മക്കളെ, ഈ കാണുന്ന മലനിരയുണ്ടല്ലോ, ഈ എസ്റ്റേറ്റും കൂടി ഇനി വരുന്ന വരവിന് നമുക്ക് മേടിക്കണം, എന്നിട്ട് അവിടെ ഒരു വീട് വെക്കണം. നിങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഉത്തരവാദിത്വമൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാനും നിൻ്റെ അമ്മയും അവിടെയായിരിക്കും താമസിക്കാൻ പോകുന്നത്. ഈ പോക്കോടുകൂടി അച്ഛൻ തിരിച്ചു വരും, ഇനി പോകത്തില്ല എന്നൊക്കെ പറയുകയാണേ. അത് കേൾക്കുമ്പോൾ മക്കൾക്ക് ഒത്തിരി സന്തോഷമാവുക. അച്ഛൻ ഇനി പോവണ്ട, നമുക്കിവിടെ ഉള്ളതൊക്കെ വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക അച്ഛാ, അച്ഛൻ ഇവിടെ ഇല്ലാത്തപ്പം ഒരു രസവും ഇല്ല, അച്ഛൻ എന്ന് വരുമെന്ന് ആലോചിച്ച ഞങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായ കുറേയേറെ മുഹൂർത്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്ന കുറേ സന്ദർഭങ്ങളും ഇനി കഥയിലേക്ക് വരാനും പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ നവീനാണെങ്കിൽ എങ്ങനെയെങ്കിലും കാവേരിയോടുള്ള പ്രണയം അറിയിക്കാനായിട്ട് നടക്കുക. കാവേരിക്കാണെങ്കിൽ ഒരു രീതിയിലും നവീനെ ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. വേറെ ആരും കാരണമല്ല, രാജേശ്വരി അമ്മ കാരണം തന്നെയാണ് കേട്ടോ. കാരണം രാജേശ്വരിയുടെ മകനാണല്ലോ നവീന്. അവരുടെ സ്വഭാവമായിട്ട് നമ്മുടെ കാവേരി അങ്ങ് ഒത്തുപോകുന്നുമില്ല. അങ്ങനെ പതിയെ നവീനാണെങ്കിൽ കാവേരിയെ തൻ്റെ വലയിൽ വീഴ്ത്തും എന്നല്ല, സ്നേഹത്തിൽ വീഴ്ത്തും. രണ്ടുപേരും പതിയെ മനസ്സ് തുറന്ന് അങ്ങോട്ടും സ്നേഹിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ നവീനല്ല നമ്മുടെ കാവേരിയുടെ യഥാർത്ഥ നായകൻ. കാവേരിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയ ഒരു ഭീഷണിയുടെ സ്വരവുമായിട്ട് വരുന്ന നായകനും ഉടനെ തന്നെ കഥയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. കഥാസന്ദർഭങ്ങളൊക്കെ കുറച്ചധികം കലുഷിതമായി മാറാൻ പോകുക. അതിനനുസരിച്ച് നമ്മുടെ നായകനും കാവേരിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറും. കാവേരിയുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ദുരവസ്ഥകളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ഈ നായകൻ തന്നെയായിരിക്കും കേട്ടോ. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലേക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.